1964 ജൂൺ 18 ഭരണങ്ങാനം നരിയങ്ങാനം ഇടവകയിൽ പുന്നപ്ലാക്കൽ കുടുംബത്തിൽ വർഗീസ് മറിയക്കുട്ടി ദമ്പതികളുടെ 7ാമത്തെ മകളായി ലില്ലിക്കുട്ടി ജനിച്ചു. എലിസബത്ത് എന്ന ജ്ഞാനസ്നാന നാമം സ്വീകരിച്ചുകൊണ്ട് തിരുസഭയുടെ മകളായി മാറി. 1981 ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുവാനായി ഈശോയുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം പ്രോവിൻസിൽ ചേർന്നു. 1984 മെയ് 2 മാതാപിതാക്കളുടെ സ്നേഹം നിറഞ്ഞ ലില്ലിപ്പൂവ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സിസ്റ്റർ ജാസ്മിനായി മാറി. ഇളം തലമുറയെ വാർത്തെടുക്കുവാൻ നലം തികഞ്ഞ ഒരു അധ്യാപികയായി കോതമംഗലം ഇടുക്കി രൂപതയുടെ കീഴിൽ ധാരാളം സ്കൂളുകളിൽ സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ക്യാൻസർ എന്ന മാരക രോഗം തൻ്റെ ജീവിതത്തെ പിടിമുറുക്കിയപ്പോഴും അത് സമ്മാനിക്കുന്ന എല്ലാ വേദനകളും നിശബ്ദമായി സഹിക്കുവാനും സ്നേഹത്തിൻ്റെ ഒരു മാലാഖയെ പോലെ പുഞ്ചിരിക്കുവാനും പരാതിയോ പരിഭവമോ ഇല്ലാതെ സങ്കടങ്ങളൊക്കെ ഏറ്റുവാങ്ങാനും നിറഞ്ഞ പ്രതീക്ഷയോടെ ഓരോ പ്രഭാതവും ഉണരുവാനും സിസ്റ്ററിന് സാധിച്ചിരുന്നു. ആർക്കും മറക്കാനാവാത്ത പുഞ്ചിരി, സന്തോഷപൂർവമായ സംസാരം, ഹൃദ്യമായ പെരുമാറ്റം, നർമ്മരസം നിറഞ്ഞ സംസാര രീതി, പരാതിയില്ലാത്ത ശാന്തവും സൗമ്യവുമായ സ്വഭാവം, ആഴമായ നിശബ്ദത, ഇവയൊക്കെ സിസ്റ്റർ ജാസ്മിൻ്റെ മുഖമുദ്രയായിരുന്നു. വേദനകൾ ആരെയും അറിയിക്കാതെ സഹിക്കാവുന്നിടത്തോളവും അതിനപ്പുറവും ഈശോയോട് ചേർന്ന് സഹിച്ച സിസ്റ്റർ ജാസ്മിൻ ദൈവവചനത്തിന് ഹൃദയത്തിലിടം കൊടുത്ത് രോഗാവസ്ഥയിലും നിറഞ്ഞ പ്രതീക്ഷയോടെ സ്വന്തം കൈകൊണ്ട് വചനം എഴുതി. പ്രത്യാശ നിറഞ്ഞ അത്യപൂർവമായ മനോധൈര്യം സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. സിസ്റ്റർ തൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിലും ഈശോയോട് നന്ദി പറയുന്ന ഇഷ്ടഗാനം കേട്ടു. കുട്ടികളോടും സഹ അധ്യാപകരോടും നല്ല ബന്ധമുള്ള ഒരു അധ്യാപികയായിരുന്നു സിസ്റ്റർ ജാസ്മിൻ. രോഗവിവരം അറിഞ്ഞപ്പോൾ മുതൽ തങ്ങളുടെ ഗുരുനാഥയെ ഒരു നോക്ക് കാണുവാൻ ഓടിയണഞ്ഞ ശിഷ്യഗണങ്ങളുടെ ഉള്ളിൽ സിസ്റ്റർ അണയാത്ത ദീപമായി നിലകൊള്ളുന്നു. നിശബ്ദതയുടെ ചെപ്പിൽ സഹനം ഒളിപ്പിച്ച് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് വിശുദ്ധിയുടെ സുഗന്ധം പരത്തിയ മുല്ലപ്പൂവായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സിസ്റ്റർ ജാസ്മിൻ. നൊമ്പര പൂവിലും വിരിഞ്ഞ ആ പുഞ്ചിരി പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ചുകൊണ്ട് വേദനകളില്ലാത്ത ലോകത്തേക്ക് വിട പറഞ്ഞ് അകലുമ്പോൾ നവജ്യോതി മക്കളുടെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം.